ഞാൻ മിണ്ടാൻ തുടങ്ങിയാൽ നീ ഇവിടെ പെടുക്കും മോനെ, അത് എനിക്ക് മാത്രമുള്ള കഴിവാണ്, പെടുത്തിക്കും ഞാൻ, നീ ഇവിടെ കിടന്ന് മെഴുകും, സായും വയൽക്കാടും ഒക്കെ വന്നിട്ട് ഉമ്മുനീരിറക്കുന്നതിന് മുന്നേ നീ എന്തുവാ മോനെ കാണിച്ചെന്ന് ഡ്യൂപ്ലിക്കേറ്റ് സിജോ പറയുന്നു. അപ്പൊ ഇതിന് വാലിപ്പേറി പിടിച്ചിട്ട് ഡ്യൂപ്ലിക്കേറ്റ് നോറ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പുറത്തിറങ്ങിയിട്ട് നോറ IPS കാരിയാവും, IFS കാരിയാവും, എല്ലാം ആവും. ബിക്കോസ് ഐ എം എൻ അയൺ ലേഡി, ഐ എം ബ്രില്യൻറ്റ്, ഐ എം എക്സ്ട്രാ. നോറയെ മുസ്കാനെ മാത്രമേ നിങ്ങൾക്ക് അറിയത്തുള്ളൂ, ഇപ്പൊ IPS മുസ്കാനെ നിങ്ങൾക്ക് അറിയത്തില്ല എന്നൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് നോറ തകർത്ത് വാരുന്നുണ്ട് ഒരു സൈഡില്. നോറ സിജോ ഫൈറ്റിനെ റീക്രിയേറ്റ് ചെയ്ത് അത്യാവശ്യം ചിരിപ്പിച്ചു കേട്ടോ നമ്മുടെ അർജുനും ജാസ്മിനും ഒക്കെ കൂടി. ഒരു രക്ഷയില്ല. അതിൽ തന്നെ അർജുൻ വാഷ്റൂം ഏരിയയിലേക്ക് ഓടിയിട്ടൊരു പരിപാടിയൊക്കെ ഉണ്ട്. സിജോ എന്തോ പറഞ്ഞിട്ട് നോറ ഓടുന്ന പോലെയാണ് കാണിച്ചിരിക്കുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ കിടന്ന് ആറാടുന്ന നോറ അല്ല ഇത് ബിഗ് ബോസിൽ അഴിഞ്ഞാടുന്ന ധീര വനിത നോറ മസ്കാര എന്നൊക്കെ പറഞ്ഞിട്ട് അർജുൻ ചുമ്മാ തകർത്ത് വാരുകയാണ്. കാണേണ്ട സീനുകൾ തന്നെയായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ജയിൽ നോമിനേഷൻ കൊടുക്കുന്നുണ്ട് ബിഗ് ബോസ്. അതും കാണേണ്ട ഒരു സാധനം തന്നെയായിരുന്നു. ചിരിച്ചൊരു വഴിയായി. അവിടെ അർജുൻ ആദ്യമേ കയറി ചെന്നിട്ട് ഒരു പ്രകടനം ഉണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ജയിൽ നോമിനേഷനിൽ പറയാൻ പോകുന്നത് ജിൻഡോ ചേട്ടനെയാണ് എന്ന് പറഞ്ഞിട്ട് നോറ പറയുന്ന പോലെ തന്നെ കാട് കീറി എന്ന് വെച്ചാൽ ഈ ദിവസക്കണക്ക് വെച്ചിട്ട് അറിയാമല്ലോ. 5-ാം ദിവസം ജിൻഡോ ചേട്ടൻ ഇങ്ങനെ ഒരു പരിപാടി ചെയ്തു, 25-ാമത്തെ ദിവസം ജിൻഡോ ചേട്ടൻ ഇങ്ങനെ ഒരു പരിപാടി ചെയ്തു. അങ്ങനെയൊക്കെ വെച്ചിട്ട് അർജുൻ അങ്ങ് തകർത്ത് വാരിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ജാസ്മിന്റെ പേര് പറയുന്നുണ്ട്. അതും കാട് കയറി കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. 50 വർഷമായിട്ട് ജാസ്മിനെ അറിയാന്നൊക്കെ പറയുന്നുണ്ട് അർജുന്റെ ഈ ഒരു പെർഫോമൻസ് കണ്ടിട്ട് നോറയ്ക്കാണ് ഏറ്റവും ചിരി വന്നത് കേട്ടോ. ഞാൻ ഇത്രയ്ക്ക് വലിയ സംഭവം ആയിരുന്നോ എന്നൊക്കെ നോറ ചിന്തിച്ചിട്ടുണ്ടാവും. പിന്നെ ഈ ഒരു ജയിൽ നോമിനേഷൻ സീനില്ല ഒട്ടുമിക്ക എല്ലാവരും തകർത്ത് വാരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഋഷിയൊക്കെ വന്നിട്ട് ജിൻഡോയുടെ മറ്റേ ചായക്കേസൊക്കെ വെച്ചിട്ട് ജിൻഡോയെ ട്രോളുന്നുണ്ട്. പിന്നെ അഭിഷേക് ഓവറായിട്ട് കിടന്ന് ബഹളം വെച്ച് ഋഷിയുടെ ഒരു ക്യാരക്ടറിനെ ഇത് പിടിച്ച് പോകുന്നുണ്ട്. പിന്നെ മെയിനായിട്ടും അർജുന്റെ ഈ ഒരു പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. അതായത് അത് എടുത്തു പറയേണ്ട ഒരു സാധനമായിട്ടുള്ളൂ. ഇത് നോക്കി എല്ലാവരും കണ്ണും തള്ളിയിരിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. നോറയെ ഇത്രയധികം അർജുൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ തോന്നിപ്പോവും. അത്രയ്ക്കും ബ്രില്യൻ്റ് ആയിട്ട് അർജുൻ ആക്ട് ചെയ്തു. ഇപ്പൊ ഗസ്റ്റേഴ്സ് ആയി കഴിഞ്ഞാലും കാട് കയറിയുള്ള മറ്റേ കലവില വർത്താനമാണെങ്കിലും എല്ലാം ഒന്നിനൊന്ന് പൊളിയായിരുന്നു. വേറൊരാൾ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് കയറി സംസാരിക്കുന്നതും പിന്നെ കൈ അടിക്കുന്നതും നോറയുടെ പേര് പറയുമ്പോൾ മാത്രം കടന്ന് ബഹളം വെക്കുന്നതും എല്ലാം അർജുൻ നന്നായിട്ട് തന്നെ ഒബ്സർവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അർജുനൊപ്പം പെർഫോം ചെയ്ത ആകെ ജാസ്മിൻ മാത്രമാണ്. ശരിക്കും സിജോയെ ട്രോളി വിടുന്നുണ്ടായിരുന്നു ജാസ്മിൻ. ആ ഒരു ശൈലിയൊക്കെ പിടിച്ചിട്ട് പെടുക്കും മെഴുകും അതൊക്കെ വെച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു. വേറെ എല്ലാവരുടെയും മേക്ക് ഓവർ ഒക്കെ കിടുകയായിരുന്നു. ടാസ്ക് നന്നായിട്ട് ചെയ്തു. ആരെയും മോശമൊന്നും പറയുന്നില്ല. പക്ഷെ എനിക്ക് അത്ര കൺവിൻസിങ് ആയിട്ട് തോന്നിയില്ല. എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ഞാൻ പറയുന്നത്. ചിരിപ്പിക്കാനായിട്ടും ട്രോളാനായിട്ടും ഒക്കെ ആകെ ശ്രമിച്ച 2 പേര് ഇവരായിരുന്നു. പിന്നെ ഇപ്പൊ ലൈവിനകത്ത് ഈ ഒരു ടാസ്ക് അവസാനിച്ചു. ബിഗ് ബോസ് എല്ലാവരെയും പ്രശംസിച്ചിട്ടാണ് ഈ ഒരു ടാസ്ക് കോൾ ഓഫ് ചെയ്തത്. എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തു എന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട്. ഈ ഒരു ടാസ്ക് അങ്ങനെ പറഞ്ഞ് റിവ്യൂ ചെയ്യേണ്ട പോലത്തെ ഒരു ടാസ്ക് ഒന്നും അല്ല. കാണുക, ചിരിക്കുക, ആ രീതിയിലുള്ള ഒരു സ്ട്രെസ് ബസ്റ്റർ പരിപാടിയാണ്. നമുക്ക് കോമഡി ആയിട്ട് തോന്നുന്നതായിരിക്കത്തില്ലല്ലോ നിങ്ങൾക്ക് കോമഡി ആയിട്ട് തോന്നുന്നത്. അപ്പൊ കാഴ്ചപ്പാടുകൾ മാറും. നിങ്ങൾ ലൈവ് കണ്ടവരാണെങ്കിൽ കമന്റ് സെക്ഷനിൽ പറയുക ടാസ്കിനെ പറ്റി എന്താണ് തോന്നിയത് എന്നുള്ളത്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.